സൂര്യമംഗലത്തുകാരെ വെറും കച്ചവടക്കാരായിട്ട് കണ്ട ആളാ. ദുർബലർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ചൊരു മന്ത്രിയുടെ വീടാ ഇത്. അത് താൻ ഓർത്തില്ല. തനിക്ക് പോകാം. അമ്മമ്മേ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരാമോ? ഒരേ ഒരു അവസരം. പിന്നെന്താ, രാജു സംസാരിച്ചോളൂ. മേനോൻ സാറേ, ഒരാളുടെ വിയർപ്പിന്റെ വില കിട്ടേണ്ടത് അയാൾക്കാണോ അതോ അത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവർക്കാണോ? അതയാൾക്ക് തന്നെ. മണ്ണിൽ പണിയെടുക്കുന്നവരാ അവിടുന്ന് കിട്ടുന്ന വിളവുകളുടെ യഥാർത്ഥ അവകാശി അല്ലേ? അതെ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാട്ടിലുള്ള മിക്ക ആളുകളും ഈ കോവിലകത്തെ വിശ്വസിച്ച് ഇവിടുത്തെ പണിയെടുത്ത് ജീവിക്കുന്നവരാ. അവരെ ചതിക്കുന്ന ഒരു പ്ലാനും കൊണ്ടല്ലേ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരല്ല. കഷ്ടപ്പെടുന്നവനെ പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതാ ഇവിടുത്തെ സംസ്കാരം. മനസ്സിലായോ? ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണം മാഡം. അമ്മമ്മേ, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യത്തേക്ക് ഇദ്ദേഹത്തോട് ക്ഷമിക്കണം. ഒരേ ഒരു പ്രാവശ്യത്തേക്ക്. ശരി, രാജു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. മേനം പൊയ്ക്കോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മഹാദേവ വർമ്മ സാറിന്റെ PA ആയിരുന്ന പ്രതാപവർമ്മ സാറ് വലിയ കഴിവുള്ള ആളായിരുന്നു. ആ പ്രതാപവർമ്മ സാറിന്റെ PA അതിലും വലിയ കഴിവുള്ള ആളാണല്ലോ. പുലിയാട്ടോ, ഇപ്പോഴല്ലേ ഞാനും അറിയുന്നേ. ഇവന്റെ മുഖത്തെ ആ ഗ്രേസ് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇവന്റെ തലയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന്. ഇവൻ എന്റെ കൊച്ചുമോൻ തന്നെ. അല്ല, രാജു സാറ് ഏത് കോലത്തെയാ? എന്താടോ, കോലോത്ത് ജനിച്ചാലേ കഴിവുള്ളവനാവുന്നുള്ള വിശ്വാസമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കുറുപ്പ് എവിടെയാ ജനിച്ചത്? അത് ഞാനൊരു സാധാരണക്കാരന്റെ വീട്ടിലെയാ. എന്നാലേ എന്റെ കൊച്ചുമോനും ഒരു സാധാരണക്കാരന്റെ വീട്ടിലാ ജനിച്ചത്. നിങ്ങളെ കൂട്ടുകാരനാ ഇവന്റെ അച്ഛൻ. ഇവനെ വേണുവിന്റെ മകനാണോ കുറുപ്പേ? നമ്മുടെ ഡ്രൈവർ വേണുവിന്റെ മോനോ? അന്നെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരേ ഒരു മകളല്ലേ. ഇടനെഞ്ചിനിട്ട് ചവിട്ടിയിട്ട് കടന്നു പോവാണെന്ന് തോന്നിയപ്പോ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കുറുപ്പെ. അതുകൊണ്ട് സംഭവിച്ചു പോയതാ. അന്ന് മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളാ ഞാൻ. ഒന്നു മയങ്ങും, അതൊരു ഉറക്കമേ അല്ല. കുറുപ്പൊന്ന് ഓർത്തു നോക്കിയേ. ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച്. വാസ്തവത്തിൽ അത് ഭ്രാന്തിന് തുല്യല്ലേ. കണ്ണടയ്ക്കുമ്പോ മകളുടെ രൂപ മുന്നിൽ. മനുഷ്യന് മനസ്സിലാക്കാനും ക്ഷമയോടെ മറ്റുള്ളവരുടെ പ്രശ്നത്തെ നോക്കിക്കാണാനും പറ്റാത്തതിന്റെ കുഴപ്പം. എന്തായാലും എല്ലാം ഞാൻ അനുഭവിച്ച് തീർക്കാം. അതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു തൊമ്പരാട്ടി. എല്ലാവരോടും ക്ഷമിക്കാനും പഴയൊക്കെ മറക്കാനും തമ്പുരാട്ടി കാണിച്ച ഈ വലിയ മനസ്സിന് നന്ദിയുണ്ട്. ജീവിതാനുഭവങ്ങൾ കൊണ്ടല്ലേ കുറിപ്പേ തിരിച്ചറിവുകൾ ഉണ്ടാവുന്നത്. എന്നും ഏത് സമയത്തും തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് പോകുന്ന ഭർത്താവ്. കുട്ടിയുണ്ടായതിനു ശേഷം അവളല്ലായിരുന്നു എന്റെ സർവവും. അവളോട് എനിക്കില്ലാതാവുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. ഇനി തമ്പുരാട്ടിക്ക് സ്നേഹിക്കാനും സ്വന്തമെന്ന് പറഞ്ഞു കൊണ്ടു നടക്കാനും ഒരു മകളെ തന്നിട്ടല്ലേ പത്മാവതി മഠം പോയത്. അങ്ങനെ ആശ്വസിക്കാമല്ലോ. അതെ. അമ്മേ, അമ്മ സമാധാനപ്പെട്. അവളും അവനും കൂടി കൊട്ടാരത്തിലേക്കോ തറവാട്ടിലേക്കോ എവിടെ വെച്ചാ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കെന്താ? എടാ,
ഈ രാജുവിനൊക്കെ അവിടെ ചെന്ന് കേറാനുള്ള യോഗ്യത ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ. അതിനിപ്പോ പൊട്ടന് ലോട്ടറി അടിച്ചെന്ന മട്ടില് അവൻ ഋതികെ കെട്ടിയില്ലേ? എന്തെങ്കിലും വേല വെച്ച് നമ്മളവരെ രണ്ടാക്കും വരെ അവനും അവളും ഭാര്യ ഭർത്താക്കന്മാർ. ആ കിളവി സരസ്വതി വർമ്മയ്ക്കാണെങ്കിലേ ഋതിക എന്ന് വെച്ചപ്പോ പൊരിഞ്ഞ സ്നേഹം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ കലക്കാനും ഇവരൊക്കെ തമ്മിൽ അകറ്റാനും എന്തെങ്കിലും നല്ല വല്ല പ്ലാനും ആലോചിക്കും. അല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല. വെടക്കാക്കി തനിക്കാക്കുന്ന വിദ്യ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇങ്ങ് വരട്ടെ. വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ എല്ലാം കൊണ്ട് അവരങ്ങ് പോകും. ആ രാജു ഋതികെ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നം ശരിയാക്കാം. ദേ വരുന്നുണ്ട് ലക്ഷ്മണനും ഊർമിളയും. നമ്മള് സ്വസ്ഥായിട്ടൊന്ന് നാക്കനയ്ക്ക ആ നിമിഷം പറന്നു വരും കാക്കാളെ പോലെ.